മാംഗോസ്റ്റിൻ കൃഷി ചെയ്യുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൽ ഇപ്പം നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഈ പഴം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുരു ഇല്ല. സാധാരണ കുരു കാണപ്പെടുന്നതാണ്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മാംഗോസ്റ്റിൻ എന്ന വലവൃക്ഷ ചെടിയെ പറ്റിയാണ്. നമ്മൾ കൃഷി ചെയ്തൊരു മാംഗോസ്റ്റിനാണ്. 4 വർഷം പ്രായമായ ഒരു മാംഗോസ്റ്റിൻ ചെടിയാണ്. നമുക്കറിയാം, ഈ നമ്മൾ സാധാരണ നല്ല പ്ലാന്റ് ഇത് ഹോം ഗ്രൗണ്ടിൻ്റെ ആണ്. ഇത് ചെടി നമ്മുടെ നഴ്സറിയിലുണ്ട്. അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് 2 അടി കുഴിയെടുത്ത് അതിനകത്ത് ജൈവവളം നിറച്ച് അതിനകത്താണ് നമ്മൾ ഈ തൈ നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ തൈ 2 അടി വലിപ്പമുള്ള തൈയാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ നട്ട് ഇപ്പോൾ ഇത് 4 വർഷമായി. നമുക്ക് ഈ വർഷം ഇത് അതിനകത്ത് ഫലം തരാൻ തുടങ്ങി. കൂട്ട് കായ്കളുണ്ട്. ഇപ്പം നിറച്ചൊന്നുമില്ല. നമ്മൾ ഈ വർഷം ആദ്യം സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് കായ്കൾ കുറവാണ്. കുറേ കിട്ടി, അതിനകത്ത് കുറച്ച് കിട്ടിയായിരുന്നു. ഉണ്ടോ, നല്ല വലിപ്പമുള്ള കായ്കൾ, നല്ല ബ്രൗൺ നിറത്തിൽ. ഇതിപ്പോൾ പാകമായതാണ്. ഇങ്ങനെ ഇത്ര പാകമാകുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഉണ്ടോ, ഇതിപ്പോൾ പാകമായിട്ട് നമ്മൾ പറിക്കാൻ താമസിച്ചിട്ട് താഴെ വീണതാണ്. അപ്പം ഇത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പഴത്തിന്. നമ്മൾ ഈ പഴത്തിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈബർ ധാരാളമുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഒരു പഴമാണ്. ഇത് കൂടുതൽ രുചിപ്രദമായിട്ട് കാണുന്നത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. ഇത് പഴങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഇപ്പം നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഈ പഴം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുരു ഇല്ല. സാധാരണ കുരു കാണപ്പെടുന്നതാണ്. നമ്മളിപ്പോൾ ഈ പഴത്തിൽ നിന്ന് പറിച്ച ഒരു പഴത്തേൽ നമുക്ക് കുരു കിട്ടിയിട്ടില്ല. കുരു എന്ന് പറയുന്ന സാധനം ചുമ്മാ ഒരു ലെയർ പോലെ ഉണ്ട്. പക്ഷേ അതിനകത്തൊന്നുമില്ല. നോക്കിയാൽ അറിയാം. അതിനകത്ത് ഇത് ചെറിയ പഴമായിട്ട് ഇത്ര ഉണ്ടോ, വലിയ മുറിച്ച് കാണിച്ചത് ഉണ്ടോ. പഴത്തിൻ്റെ ഉള്ളിൽ മാംസളമായ തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ്, പക്ഷേ മാംസളമായ ഭാഗമാണ് ഇത്. ഇതിനകത്ത് ഈ വെളുത്ത് ഇത് നമ്മൾ ഒരു അല്ലി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുരു ഉണ്ടോ. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കുരു ഇല്ല അതിനകത്ത്. ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു കുരു പോലെ ഇതിനകത്തുണ്ട്. അത് കുരുവല്ല. അത് ഉണ്ടോ, കുരുവില്ല അതിനകത്ത്. അതാണ് ഇതിൻ്റെ. ഒരു പഴത്തിനകത്ത് നമ്മൾ കിട്ടിയതിനകത്ത് കുരുവില്ല. അങ്ങനെ അപൂർവമായിട്ട് കാണപ്പെടുന്നത്. സാധാരണ ചെറിയ കുരു കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മാംഗോസ്റ്റിന്. ഇതിപ്പം 4 വർഷം കഴിഞ്ഞതാണ്. മാംഗോസ്റ്റിൻ കൃഷി ചെയ്യുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. കൂടുതലായിട്ട് നമ്മൾ സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കായ്ഫലം തരാൻ വേണ്ടി വിഷമായിരിക്കും. അതുമാത്രമല്ല, ഇല പൊള്ളാനും സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നടുന്ന സമയത്ത് ധാരാളം ജൈവവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് കാര്യമായിട്ടൊന്നും വളം ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പം സ്വന്തമായിട്ട് നമ്മൾ തയ്യാറാക്കിയ ജൈവവളം നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചോട്ടി നോക്കിയാൽ അറിയാം. വളർച്ച അത് ബാധിക്കുന്ന നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. അത് ജൈവവളം കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഇലക്കെല്ലാം കറുപ്പൊക്കെ വന്ന് നല്ല കുറച്ച് വളർച്ച കിട്ടുന്നുണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല ജൈവവളം കുഴി നിറച്ച ശേഷം നട്ട് കഴിഞ്ഞാൽ അത് വളർച്ച ഒരു പരിധി വരെ സഹായിക്കും. അപ്പോൾ അങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്. അപ്പം ഇത് ഇതിൻ്റെയൊക്കെ പഴത്തിനൊക്കെ ഇപ്പം മാർക്കറ്റിൽ 250 രൂപയൊക്കെ വിലയുണ്ട്. നല്ല മാർക്കറ്റിൽ വില കിട്ടുന്നൊരു പഴമാണ്. ഇപ്പം കാര്യമായിട്ട് വ്യാപകമായിട്ട് നമ്മുടെ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ കൃഷിയില്ല. റംബുട്ടാനൊക്കെ കൃഷി ചെയ്യുന്നത് പോലെ ഈ മാംഗോസ്റ്റിൻ്റെ കൃഷി വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീടിൻ്റെ തൊടിയിൽ ഒരു മാംഗോസ്റ്റിൻ നട്ടുപിടിപ്പിക്കുക. ഒന്നുകിലും നമുക്ക് നല്ല രുചികരമായ നമുക്കൊരു പഴം കഴിക്കാൻ പറ്റും, വിഷമില്ലാത്തത്. നമ്മൾ വാങ്ങിക്കഴിക്കുന്നതിനേക്കാളും നമ്മുടെ ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊരു മാവോ അല്ല അങ്ങനെയൊക്കെ വെക്കുന്ന പോലെ വെക്കാൻ പറ്റും. ഇതാണ് മാംഗോസ്റ്റിൻ്റെ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല വീതിയുള്ള ഇലയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുടംപുള്ളിയുടെ ഇലയോട് സാമ്യമുണ്ട്. കുടംപുള്ളിക്ക് ഇത്രയും വീതിയില്ല, പക്ഷേ അതേപോലെ നല്ല കട്ടിയുള്ള ഇലയാണ്. സാധാരണ ഒരു ചെടിയുടെ ഇല പോലെയാണ്, നല്ല കട്ടിയുള്ള ഇലയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് മാംഗോസ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ തൈകളൊക്കെ നമ്മുടെ ഫാമിൽ ലഭ്യമാണ്. നമ്മുടെ തൈകളുടെയൊക്കെ ഫലവൃക്ഷ തൈകളുടെയൊക്കെ ഓൺലൈനിൽ ഡെലിവറി നമ്മൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മളോട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ അതിന് ഓർഡറനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ലിങ്ക് അതിൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നു. അത് നിങ്ങൾ ബന്ധപ്പെടുക. വീണ്ടും കാണുന്നവരെ ബൈ.